ഇന്നെന്താ വിശേഷം എന്നല്ലേ? ഇന്നിതാ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് വഴുതിനങ്ങയായിട്ടും നമ്മൾ ആദ്യം പൊട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നത് നമ്മുടെ കുക്കമ്പറാണ്. നമ്മുടെ ഈ കുക്കമ്പറും തന്നെ പൊട്ടിച്ചതിന് കണക്കില്ല കേട്ടോ, ഇപ്പോഴും അതുപോലെ അതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിടെ ക്യാരറ്റ് തൈ ഞാൻ വെച്ചത് കാട്ടി തരാം കേട്ടോ. അതെ നോക്കിയാൽ ക്യാരറ്റ് തൈ വെക്കുക വലുതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇത്രയ്ക്കായി പിന്നെ പേടിക്കാനൊന്നുമില്ല, ഇനി നാശമായൊന്നും പോകില്ല കേട്ടോ. നമുക്ക് ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നോക്കി നമ്മുടെ വീട്ടിലത്തെ കയ്പക്കായ നോക്കി, നല്ല നീളമുള്ള നല്ലൊരു കയ്പക്കായാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നത് നമ്മുടെ പീച്ചിങ്ങ ആയിരുന്നു. പീച്ചിങ്ങ കറി വയ്ക്കാനായാലും ഒക്കെ എനിക്ക് നോൺ വെജ് പോലെ വയ്ക്കാനും ഒക്കെ പീച്ചിങ്ങ ഉപയോഗിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇതാ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. പിന്നെ നമ്മുടെ നിത്യവഴുതനങ്ങ ഇതാ ഉണ്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയൊരു തൈമ്. പിന്നെ നമ്മുടെ ഭാസ്കര മുളകാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് അത്യാവശ്യം കറികളൊക്കെ വെച്ചിട്ട് പിന്നെ പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇതാ നമ്മൾ വഴുതിനങ്ങ പൊരിക്കുകയാണ്. നല്ലൊരു അടിപൊളി മസാല കേട്ടോ ഈ വഴുതിനങ്ങയുടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറമ്പിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കപ്പലണ്ടി നടാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കപ്പലണ്ടി നടേണ്ട വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി കേട്ടോ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത്, അത് നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ നമ്മൾ മുന്നേ കപ്പലണ്ടിയൊക്കെ നട്ടിട്ട് ഇതേപോലെ നമുക്ക് കപ്പലണ്ടി നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും കപ്പലണ്ടി നട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയുടെ ഇടയിലുണ്ടായിരുന്ന കുറച്ച് കളപ്പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെടുത്തു. പിന്നെ എന്താ ചേന ഷായട്ടൻ പറമ്പിൽ പറിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മുളകിൻ്റെ കടക്കിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇതാ എടുത്തിടാനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സുന്ദരിച്ചീര നോക്കിയേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് സുന്ദരിച്ചീര കാണുന്ന പോലെ കഴിക്കാനും ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടിപ്പട്ടണങ്ങളുടെ അടുത്തെത്തി. ഇത് നമ്മുടെ റൊണാൾഡോ കേട്ടോ, അവർ പ്രത്യേക പരിഗണന കൊടുക്കണം. അപ്പോൾ ഇത് എത്രയ്ക്കുള്ള